رمضان قد أهل بالصيام وأطل. السلام عليكم. സിമ്പിൾ കുട്ടി റെസിപ്പീസും. വ്രതം എന്നത് ഏറ്റവും സുപ്രധാനമായ ഒരു കർമ്മമാണ്. എല്ലാവർക്കും വേണ്ട സഹായം ചെയ്യും. Shifa Al Jazeera presents Shahru Ramadan in association with Lamia Foods and Chocolates, Optic Plus, Mission to Vision, Triton, Energy for Life. Supported by Hollywood Eyewear, Bangalore Empire, Benefjazi Genuine Leather, Strategic Partners, Hadi Enterprises, K-Swiss Shoes and Apparel, conceived and produced by Benchmark Media. അസ്സലാമു അലൈക്കും. ഷഹർ റംദാൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. ഇപ്പോൾ പ്രകാശവചനത്തിലൂടെ നമ്മൾ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാറുണ്ട്. ഷഹർ റംദാനിലൂടെയും കേൾക്കാറുണ്ട്. അല്ലാതെ തന്നെ നമ്മൾ മറ്റു പല പരിപാടികളിലൂടെ ആയിട്ടും പല ഇൻഫർമേഷൻസ് ആയിട്ടും നമ്മളിപ്പോൾ റേഡിയോ ഒന്ന് ഓൺ ചെയ്താൽ പോലും റംദാൻ ടൈമിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് കിട്ടാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് പ്രത്യേകിച്ചും നമ്മളുടെ ഷോയിൽ കാണിക്കുന്ന പ്രകാശവചനത്തിൽ നിന്ന് കിട്ടുന്ന ചെറിയ നിർബന്ധമായും പാലിക്കേണ്ട ചെറിയ ഇൻഫർമേഷൻസ് ഒക്കെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും നമ്മൾ പലതും ഫോളോ ചെയ്യുന്നുണ്ട് എന്നൊരു പ്രതീക്ഷയിലാണ് ഷഹർ റംദാൻ ഓരോ വർഷവും ഇത് നമ്മൾ പല കാര്യങ്ങളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നും നല്ലൊരു പ്രകാശവചനം നമുക്കെല്ലാവർക്കും അത്യാവശ്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചെറിയ കാര്യങ്ങളുമായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു പ്രകാശവചനം ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക ഷഹർ റംദാൻ. رمضان قد أهل بالصيام وأطل مصعدا أهلا وخلا ليته في كل حين. റമദാൻ മാസം എന്ന പേർ ഇസ്ലാമിന് മുമ്പ് തന്നെ മക്കയിലെ ഖുറൈശികളും സമീപ പ്രദേശങ്ങളിലെ അറബികളുമൊക്കെ വിളിച്ച പേരാണ്. ആ പേർ ഇസ്ലാമായി മാറ്റിയിട്ടില്ല എന്നർത്ഥം. റമദാൻ ചുട്ടുപഴുത്ത മണലാരണ്യത്തിൽ ഊഷരമായ ഭൂമിയിൽ ഉണ്ടാകുന്ന ദാഹാർത്ഥമായ അവസ്ഥാവിശേഷത്തിൻ്റെ ചില സൂചനകൾ കൂടി റമദാൻ എന്ന പേരിനുണ്ട്. അഥവാ പരീക്ഷണത്തിൻ്റെ, പരിക്ഷീണനത്തിൻ്റെ, ക്ലേശത്തിൻ്റെ, ബുദ്ധിമുട്ടിൻ്റെ, ത്യാഗത്തിൻ്റെ പേരുൾക്കൊള്ളുന്ന മാസം ആണ് റമദാൻ. ആ മാസം തന്നെയാണ് വിശുദ്ധ വ്രതാനുഷ്ഠാനത്തിന് അള്ളാഹു തിരഞ്ഞെടുത്തത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഒരിക്കലും തന്നെ മാസത്തിൻ്റെയോ ദേശത്തിൻ്റെയോ പേര് മാറ്റാൻ ശ്രമിച്ചിട്ടില്ല എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ സാർവജനീനത ഏറ്റവുമേറെ പ്രകടമാക്കപ്പെടുന്ന ഒരു കാര്യമാണത്. അഥവാ മനുഷ്യരെല്ലാം, അതേപോലെ ഈ ഭൂമുഖത്തുള്ള മുഴുവൻ പ്രദേശങ്ങളും അതിലുള്ള എല്ലാ ജന്തുജാലങ്ങളും എല്ലാം തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ്. ആ ദൈവസൃഷ്ടികളായ, ദൈവത്തിൻ്റെ സൃഷ്ടികളായ ഈ വിഭാഗങ്ങളുടെയൊക്കെ തന്നെ പേർ പോലെ തന്നെയാണ് കാലത്തിൻ്റെയും പേർ. ആ കാലത്തിൻ്റെ പേർ ഇസ്ലാമിന് വേണ്ടി മാത്രമായി മാറ്റുക എന്നത് ഇസ്ലാം അന്യവൽക്കരിക്കപ്പെട്ട ഒരു ആദർശമാണ് എന്ന ചിന്താഗതി ഉണ്ടാക്കിയേക്കും. അതിനാൽ തന്നെയാണ് പേർ മാറ്റാതെ തന്നെ ആ പരിശുദ്ധ മാസം പ്രവാചകൻ റമദാൻ അനുഷ്ഠാനത്തിന് വേണ്ടി തീരുമാനിക്കുകയും ആ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം തീരുമാനിക്കുകയും അങ്ങനെ വ്രതാനുഷ്ഠാനം നിർബന്ധമാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇതിലടിസ്ഥാനപരമായി നാം മനസ്സിലാക്കാനുള്ളത്, ഇസ്ലാം ഒരിക്കലും തന്നെ മനുഷ്യകുലത്തിൻ്റെ ചരിത്രപരമായ ബന്ധങ്ങളും അതേപോലെ തന്നെ മനുഷ്യൻ്റെ കണ്ണിമുറിയാതെ വന്നിരിക്കുന്ന ചരിത്ര അധ്യാപനങ്ങളും ആഖ്യാനങ്ങളും ഒരിക്കലും തന്നെ മാറ്റിയെടുത്തുകൊണ്ടല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം വന്നിട്ടുള്ളത്. ഇസ്ലാം മാനവതയുടെ ആരംഭം മുതൽ തന്നെ മനുഷ്യരാശിയുടെ മുഴുവൻ വിമോചനാർത്ഥം വന്ന ഒരാദർശമാണ് എന്നതിൻ്റെ ഏറ്റവും പ്രസക്തവും പ്രഫുല്ലവുമായ ദൃഷ്ടാന്തമാണ് റമദാൻ എന്ന പേര്. ഖുറൈശികളും ജാഹിലിയ കാലത്തുള്ള മുഴുവൻ അറബികളും ഉപയോഗിച്ചിരുന്ന അതേ പേർ തന്നെ തീരുമാനിച്ചു എന്നത്. മുഹറം യഥാർത്ഥത്തിൽ ഒരു വർഷാരംഭത്തിൻ്റെ തുടക്കം എന്നത് കൂടാതെ ഹജ്ജ് കാലം കഴിഞ്ഞ്
യാത്രക്കാർ നാടുകളിലേക്ക് തിരിച്ചു പോകുന്ന സന്ദർഭം കൂടിയായതുകൊണ്ടാണ് യുദ്ധം നിരോധിച്ചത്. മറ്റൊന്ന്, റജബ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാനവചരിത്രത്തിൽ ഏറ്റവും മഹത്തായ വികാസത്തിന് കാരണമായ ഇസ്രാ മിറാജിൻ്റെ മാസമായതുകൊണ്ട് കൂടിയാണ്. ദുൽഖഅദും ദുൽഹജ്ജും യഥാർത്ഥത്തിൽ ഹജ്ജ് മാസങ്ങളായതുകൊണ്ടാണ് അതിൽ യുദ്ധം നിരോധിച്ചിട്ടുള്ളത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. റമദാനിൽ യുദ്ധം നിരോധിച്ചിട്ടില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അമ്മ എടുത്തില്ലാത്തപ്പോൾ ആദ്യമായിട്ട് വന്ന പനിയെക്കുറിച്ച് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ടവർ അടുത്തില്ലാത്തപ്പോൾ എന്തെങ്കിലും അസുഖം വന്നാൽ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഇവിടെ വന്നിട്ട് കുറെ കാലമായെങ്കിലും നാട്ടിൽ അമ്മയ്ക്ക് ഇപ്പോഴും ടെൻഷനാ. ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് എപ്പോഴും പറയും. അപ്പോൾ ഞാൻ പറയും, ഇവിടെ ഈ ഗൾഫിൽ അമ്മയെ പോലെ കരുതലിന്റെ തണലായി ഷിഫ അൽ ജസീറ ഉണ്ടല്ലോ എന്ന്. 3 പതിറ്റാണ്ടിലേറെയായി ഗൾഫിലെ ആരോഗ്യരംഗത്തെ വിശ്വസ്തനാമം റോയൽ ഷിഫ ഹോസ്പിറ്റൽ ഗ്രൂപ്പ്, അബുദാബി, ദുബായ്, ജിദ്ദ, സൗദി അറേബ്യ. ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ്, ഒമാൻ, സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ, UAE. നസീം അൽ റബീഹ് മെഡിക്കൽ ഗ്രൂപ്പ്, ഖത്താർ. ഷിഫ അൽ ജസീറ, കരുതലിന്റെ സാന്ത്വനം, അമ്മയെ പോലെ. Lamia Food Products are with a new outlook and notion in the food industry. The freshest of meat, poultry, vegetables, herbs and spices are used to ensure the taste and quality of Lamia products. The Lamia range caters to all types of palates with a big highlight of awesome taste. We focus to maintain a position as the first choice of consumers for high quality products, value and great experience. Lamia, quality by nature. Optic Plus, range of designer eyewear products and one-shop store for all your optical needs. Optic Plus, mission to vision. Next Oil, 100% virgin-based lubricant by Triton. Triton, energy for life. അസ്സലാമലൈക്കും. ടേസ്റ്റി ഇഫ്താറിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം. കുറേ കാലം ഇങ്ങനെ സ്വാഗതം ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ ടിപ്സും ട്രിക്സും സിമ്പിൾ റെസിപ്പീസിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നു. ഇപ്പോൾ പ്രേക്ഷകർക്കൊക്കെ അറിയാം ഇത് സിമ്പിളായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പ് റെസിപ്പീസാണെന്ന്. അപ്പോൾ പലരും ഇപ്പോൾ ജസ്റ്റ് റെസിപ്പി കേട്ട് അങ്ങ് പഠിച്ച് പിറ്റേ ദിവസം അങ്ങ് ചെയ്യുകയാണ്. ആരും പേപ്പറും പെന്നും ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഗസ്റ്റ് എന്ത് സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നോക്കാം. നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം നമ്മുടെ ഗസ്റ്റിനെ.
മിസ്സസ് നസീ കമറാണ് ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ്. അപ്പം ഇതെന്തോ ഒരു സ്പെഷ്യൽ ഐറ്റം ആയിട്ട് വന്നിട്ടുള്ളതെന്ന് മനസ്സിലായി. എന്താണ് സ്പെഷ്യൽ? ഇന്നൊരു കാരറ്റ് പോളയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. കാരറ്റ് പോള ഒരു മലബാർ സ്റ്റൈലുള്ള സംഭവം അല്ലേ? ഓക്കെ. നമ്മൾ മലബാറുകാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് കിട്ടിയാലും അതിനെ പോള ഉണ്ടാക്കും. തരിയുണ്ട്, പിന്നെ പഴമുണ്ട്, സേമിയുണ്ട്, ആപ്പിൾ ഉണ്ട് എന്ന് പറയുന്നത്. ആപ്പിൾ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ആപ്പിൾ പോള ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ. അങ്ങനെ എന്ത് കിട്ടിയാലും നമ്മൾ പോള ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ ഇന്ന് ക്യാരറ്റിനെ പിടിച്ചൊരു പോള വെക്കാൻ പോവാണ്. ഇതിന് വേണ്ടി ചേരുവകളൊന്ന് പറഞ്ഞെടുക്കാം. ഞാൻ ഇന്ന് എടുത്തേക്കുന്ന 5 മുട്ട, 5 മുട്ട, 2 കാരറ്റ് ബോയിൽ ചെയ്തത്, 2 ക്യാരറ്റ് ബോയിൽ ചെയ്തത്, മൈദ 3 ടീസ്പൂൺ, 3 ടേബിൾ സ്പൂൺ, 3 ടേബിൾ സ്പൂൺ മൈദ, 3 ടേബിൾ സ്പൂൺ ഗീ, 3 ടേബിൾ സ്പൂൺ ഗീ, 1 കപ്പ് ഷുഗർ, 1 കപ്പ് ഷുഗർ, കണ്ടൻസ്ഡ് മിൽക്ക് 2 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക്, 1 കാരറ്റ് ഗ്രേറ്റ് ചെയ്താണ്, ഒരു ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്, പച്ച കാരറ്റാണ്. ഓക്കെ, പച്ച ക്യാരറ്റ് വേവിച്ചതല്ല, വേവിക്കാത്ത പച്ച ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത്. പിന്നെ നട്ട്സ് ചോപ്പ് ചെയ്തത്, ആൽമണ്ടും കാഷ്യൂം ചോപ്പ് ചെയ്തത്, പിന്നെ സോഡ പൗഡർ, ബേക്കിംഗ് സോഡ, സോഡിയം ബൈകാർബണേറ്റ്, യെസ് അതാണ് ബേക്കിംഗ് സോഡ. ഇത് ഏലക്കായ, പിന്നെ ഇത് പൗഡർ. ഓക്കെ, പാൽപ്പൊടി എത്ര വേണേ? 3 ടേബിൾ സ്പൂൺ. 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വീട്ടിൽ മിനിമം ഒരു 6 പേരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മൊത്തത്തിൽ ഒരാൾ നിന്ന് കഴിച്ചാൽ നമ്മളുടെ വയറിൻ്റെ കാര്യവും നമ്മളുടെ ആരോഗ്യത്തിൻ്റെ കാര്യമൊക്കെ അടിച്ചിട്ട് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കാഷ്യൂ. ഓക്കെ ഓക്കെ. അപ്പം സാധാരണ വീട്ടിൽ മലബാർ സ്റ്റൈൽ കുക്കിംഗ് ആണോ? ഇത് എവിടെ നിന്ന് നാട്ടിൽ? ഞാൻ തൃശ്ശൂരുള്ള ആളിങ്ങനെ പിടിച്ച് പോളയാക്കി. അത് ഇവിടെ വന്നപ്പോൾ ഈ ചെറുകടികൾ മൊത്തം എനിക്ക് തോന്നുന്നു ഇങ്ങനെ സ്പ്രെഡ് ആവാനുള്ള ഒരു റീസൺ ഗൾഫാണ് അല്ലേ? ശരിക്കും. എത്ര വർഷമായി യു എയില്? 20 വർഷമായി. 20 വർഷമായി മാഷാഅല്ലാ യു എയിലാണ്. കുട്ടികളും 2 മക്കളുണ്ട്, മോളും ഉണ്ട്, ഒരു മോനും ഉണ്ട്. മാഷാഅല്ലാ വലിയ കുട്ടികളാണ്. മോളെ മാരേജ് കഴിഞ്ഞു, മോന് BBA പഠിക്കുന്നു. അപ്പൊ നല്ല ആലോചനകളുണ്ടെങ്കിൽ തന്നോട് പറയാം. അപ്പൊ ഏതായാലും നമുക്ക് നമ്മുടെ ക്യാരറ്റ് പോള എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. എന്താണ് ഫസ്റ്റ് പ്രൊസീജിയർ? ആദ്യം ഒരു പാൻ ചൂടാക്കി, ഒരു പാന് ഒന്ന് ചൂടാൻ വേണ്ടി വെക്കുക. ഒരു 1.5 ടേബിൾ സ്പൂൺ ഗീ. ശരിക്കും ഈ ചെറുകടികൾ അല്ലെങ്കിൽ മലബാർ മധുരങ്ങളിലെ ഗീയും മുട്ടയും പഞ്ചസാരൊക്കെ ഇടുമ്പോൾ തന്നെ നമുക്കെല്ലാം വായിൽ വെള്ളം വരും. അത് കഴിക്കാനുള്ള ഒരു ടെംപ്റ്റേഷനാണ് സത്യത്തിൽ. നമ്മൾ ബാക്കി എന്ത് ഐറ്റം ആക്കുന്നത്, ചോക്ലേറ്റ്, പിന്നെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നും ഒന്ന് കഴിക്കണം എന്ന്. അതിൻ്റെ മാത്രം ഒരു സ്പെഷ്യാലിറ്റിയാണ്. പിന്നെ തടീൻ്റെ കാര്യമൊക്കെ നമ്മൾ മറന്നു. ആദ്യം നമ്മൾ ഈ ചോപ്പ് ചെയ്ത നട്ട്സ് ഇടുക. ഓക്കെ, നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബദാമും കാഷ്യൂം നന്നായിട്ടൊന്ന് സോട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് ക്യാരറ്റ് ഇടാം. ഓക്കെ, നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലേക്ക് ഇട്ടു കൊടുക്കും. ക്യാരറ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യാണ്. നല്ല എന്താ പറയുക, ലൈറ്റ് ബ്രൗൺ പോലെ ആവണോ അല്ല ജസ്റ്റ് ഒന്ന് മുരിഞ്ഞാൽ മതി? ജസ്റ്റ് ഒന്ന് പച്ച ചുവ മാറിയാൽ മതി. എനിക്ക് നമുക്കൊരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ പഞ്ചസാര, 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിട്ട് പിന്നെ ഇളക്കാൻ വിട്ടോണ്ടാന്ന് വെച്ചു. നന്നായിട്ട് ഈ പഞ്ചസാര ക്യാരറ്റിലേക്ക് പിടിക്കും, പിന്നെ ആ നട്ട്സിൻ്റെ ചുവക്കെ ക്യാരറ്റിലേക്ക് പിടിക്കും അല്ലേ? ലോ ഫ്ലെയിമാണ് കുറച്ചൊന്ന് കൂട്ടും. ഓക്കെ, കുറച്ച് ഫ്ലെയിം ഒന്ന് കൂട്ടുക. ലോ ഫ്ലെയിമിൽ നമ്മൾ വഴറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ചൊന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് ഒന്ന് മുരിക്കണം അല്ലേ? നമ്മൾ ഇത്ര സാധാരണ വീട്ടിൽ ചെയ്യുമ്പോൾ ഏകദേശം ഒരു പാകമൊക്കെ നോക്കി അങ്ങ് ഇളക്കുകയാണ്. ഇപ്പം ഇവിടെ നമ്മൾ നിന്ന് എത്ര ചെയ്യണം, എത്ര ചേർക്കണം എന്ന് പറയുമ്പോൾ തന്നെ കൺഫ്യൂഷൻ. ഇനി എന്താണ്? പഞ്ചസാര ഒന്ന് കാരമലൈസ് ആവുമല്ലോ, അതുവരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. ഓക്കെ, പഞ്ചസാര ഒന്ന് കാരമലൈസ് ആവുന്ന വരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തത് ചൂടാറട്ടെ. ഓക്കെ, ഈ സംഭവം ഓഫ് ചെയ്ത് ചൂടാറുമ്പോഴത്തേക്കും അപ്പുറം മിക്സിംഗ് ഉണ്ടല്ലോ, അപ്പോൾ ഇതിനെ നമുക്ക് പതുക്കെ ഇപ്പുറത്തേക്ക് വെച്ചു. ആദ്യം ഈ 5 മുട്ട എടുത്തു വെച്ചിരിക്കുന്ന 5 മുട്ട, ക്യാരറ്റ് എടുത്തു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, വേവിച്ച് വെച്ചിരിക്കുന്ന 5 ക്യാരറ്റ്. എത്ര ക്യാരറ്റ് ആയിരുന്നു? 2 ക്യാരറ്റ്, സോറി, വലുത്. 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ മൈദ, 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് മെയ്ഡ്.
പഞ്ചസാര ബാക്കിയുള്ള 1 കപ്പ് പഞ്ചസാരയാണ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ബാക്കിയുള്ള പിന്നെ ഇനി നമുക്ക് മധുരത്തിനനുസരിച്ചിട്ട് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം മാറ്റാം. അപ്പോൾ 1 കപ്പ് പഞ്ചസാരയാണ് ഈ ഒരു കണക്കിന് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ആക്കാം. 1.5 ടേബിൾ സ്പൂൺ നമ്മൾ ഓൾറെഡി ഇതിലിട്ടു. 1 പിഞ്ച് സോഡ പൗഡർ, ഒരു പിഞ്ച് സോഡ പൗഡർ. ആരും പിച്ചിട്ടിടണ്ട. ഒരു നുള്ളി സോഡാപ്പൊടി ഇടുക. ഒരു 3/4 ടീസ്പൂണോളം ഏലക്കപ്പൊടി. ഇത് മിൽക്ക് പൗഡർ 2 ടീസ്പൂൺ, 2 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ. ഇത്രയും മതി. ഇത് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അരയ്ക്കാം. അരച്ചുകൊണ്ട് മിക്സിയിൽ നന്നായിട്ട് അരച്ചിട്ട് പിന്നെയുള്ള പ്രൊസീജിയർ എന്താണ്? എന്നിട്ട് വേണം അത് പാനിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വെക്കാൻ. ഓക്കെ. അപ്പം നമ്മളൊന്ന് മിക്സിയിൽ ഇതൊന്ന് അരച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ഓൾറെഡി കാഷ്യൂനട്ട്, ബദാം, പിന്നെ നെയ്യ്, ക്യാരറ്റ് ഇതൊക്കെ വഴറ്റി പഞ്ചസാര ഇട്ട് വഴറ്റി വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ. പിന്നെ നമ്മൾ മുട്ടയിൽ ബാക്കി ക്യാരറ്റും പാൽപ്പൊടിയും മിൽക്ക് മെയ്ഡും ഏലക്കാപ്പൊടിയും പഞ്ചസാരയും ഒക്കെ ഇട്ട് അടിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ? ഇനി നമ്മൾ ഇതിൻ്റെ സെറ്റിംഗ് നോക്കുക. നല്ലൊരു ഫൈൻ പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു അതിൻ്റെ കൂടെ ഒരു പാത്രം നെയ്തടവി ചൂടാൻ വെച്ച്. ഇനി എക്സ്പേർട്ടിന് തന്നെ പറഞ്ഞു കൊടുത്തു എന്താ പ്രൊസീജിയർ? ഈ ചൂടാറിയ മിക്സ് നമ്മൾ ഈ പേസ്റ്റ് ആക്കിയതിലേക്ക് ആഡ് ചെയ്യണം. നല്ല ചൂടാറി കഴിയുമ്പോൾ ഈ പേസ്റ്റ് ആക്കിയിലേക്ക് ആഡ് ചെയ്യാം. അത് എന്ത് സാധനവും നമ്മൾ മുട്ടയിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ചൂടാറിയിട്ടാണ്. കാരണം ചെറിയ ചൂട് തന്നെ മുട്ട കട്ട് കിട്ടും. അപ്പോൾ നമ്മളിത് ചൂടോടെ നെയ്യെടുത്തിട്ടാൽ മുട്ട ഇവിടെ ലംസായി പോവും. ഓക്കെ, അപ്പം അതും സെറ്റായി. ഇത് നന്നായി മിക്സ് ചെയ്ത് ഈ പാനിലേക്ക് മിക്സ് ഒഴിക്കുക. ജസ്റ്റ് വലിയ ഫ്ലെയിം ആക്കി ഒഴിച്ച് ചെറിയ ഫ്ലെയിം ആക്കണം. നല്ല ചൂടായതുകൊണ്ടാണ് നമ്മളൊന്ന് പാൻ ഓഫ് ചെയ്തിട്ട് ഒഴിച്ചത്. ഇനി എന്താ ചെയ്യേണ്ടത്? മേലെ നട്ട്സ് എന്തെങ്കിലും വെക്കാനുണ്ടോ? നട്ട്സ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നട്ട്സ്, അല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് പോകും. അതാണ് ടിപ്പ്. അത് തന്നെ പറയട്ടെ എന്ന് ഞാൻ ചോദിച്ചതാണ്. ജസ്റ്റ് ഒന്ന് വെന്ത് വരുമ്പോൾ അതിന്റെ മേലെ നട്ട് വെക്കുക. വേറൊരു ചെറിയ ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ കുറച്ച് മൈദ കൂട്ടിയതും കൂടി വെച്ചാൽ പെട്ടെന്ന് അങ്ങനെ ഇറങ്ങൂല. അപ്പൊ നമുക്ക് ഇതൊന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ചെറിയ ഫ്ലെയിമിൽ ഓട് വെച്ചിട്ട് വെക്കാം. ചെറിയ തീയിൽ ഒരു 30 മിനിറ്റ്സോളം വേണ്ടി വരും. 25-30 മിനിറ്റ്സ് ചെറിയ തീയിലത് വേവാൻ സമ്മതിക്കണം. വെന്തോന്ന് അറിയാൻ നമ്മൾ ടൂത്ത് പിക്ക് കുത്തി നോക്കിയാൽ നമുക്കത് മനസ്സിലാവും. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഗാർണിഷ് ചെയ്യാനുള്ള ഈ നട്ട്സ് അതിൻ്റെ മേലെ വയ്ക്കാം. അപ്പം നമ്മുടെ ക്യാരറ്റ് ബോൾ 1/2 മണിക്കൂർ കാത്തിരുന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം സെറ്റ് ആവാറായപ്പോൾ അല്ലെ 10 മിനിറ്റിൽ നമ്മൾ എന്താ കാഷ്യൂസ് ഒക്കെ അതിന് മേലെ വെച്ച് നല്ല അടിപൊളിയായിട്ട് നമ്മളെ ക്യാരറ്റ് ബോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇതോടൊപ്പം തന്നെ ആപ്പിൾ പോളയും നല്ല ടേസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മളുടെ ഒരു ഐഡിയ വെച്ചിട്ട് ഏകദേശം ഇത് ചെയ്ത പോലെ നമുക്കതും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം താങ്ക് യു ഫോർ കമ്മിങ് ആൻഡ് ഷെയറിങ് സച്ച് എ വണ്ടർഫുൾ റെസിപ്പി. ശരിക്കും ഒരു ട്രഡീഷണൽ റെസിപ്പി വന്ന് നമുക്ക് പറഞ്ഞു തന്നു. താങ്ക് യു. ട്രൈറ്റൺ ഓയിൽ നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ, K-Swiss ഷൂസ് നൽകുന്ന ഒരു അടിപൊളി സ്പോർട്സ് ഷൂ, ലാമിയ ചോക്ലേറ്റ്സ് ആൻഡ് ഫ്രോസൺ ഫുഡ്സ് നൽകുന്ന ഒരു അടിപൊളി ചോക്ലേറ്റ് ഗിഫ്റ്റ്. തീർച്ചയായിട്ടും ഇതുപോലത്തെ അടിപൊളി റെസിപ്പീസുമായിട്ട് നമുക്ക് കാണണം. അപ്പോൾ ടേസ്റ്റി ഇഫ്താർ കണ്ട് എല്ലാവർക്കും ഇന്ന് ട്രഡീഷണൽ സന്തോഷമാണ്. അപ്പം കീപ് വാച്ചിങ് ഷഹറു റംദാൻ ആൻഡ് ദ ടേസ്റ്റി ഇഫ്താർ. ബൈ, സലാം. അമ്മ എടുത്തില്ലാത്തപ്പോൾ ആദ്യമായിട്ട് വന്ന പനിയെക്കുറിച്ച് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ടവർ അടുത്തില്ലാത്തപ്പോൾ എന്തെങ്കിലും അസുഖം വന്നാൽ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഇവിടെ വന്നിട്ട് കുറെ കാലമായെങ്കിലും നാട്ടിൽ അമ്മയ്ക്ക് ഇപ്പോഴും ടെൻഷനാ. ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് എപ്പോഴും പറയും. അപ്പോൾ ഞാൻ പറയും, ഇവിടെ ഈ ഗൾഫിൽ അമ്മയെ പോലെ കരുതലിന്റെ തണലായി ഷിഫ അൽ ജസീറ ഉണ്ടല്ലോ എന്ന്. 3 പതിറ്റാണ്ടിലേറെയായി ഗൾഫിലെ ആരോഗ്യരംഗത്തെ വിശ്വസ്തനാമം റോയൽ ഷിഫ ഹോസ്പിറ്റൽ ഗ്രൂപ്പ്, അബുദാബി, ദുബായ്, ജിദ്ദ, സൗദി അറേബ്യ. ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ്, ഒമാൻ, സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ, UAE. നസീം അൽ റബീഹ് മെഡിക്കൽ ഗ്രൂപ്പ്, ഖത്താർ. ഷിഫ അൽ ജസീറ, കരുതലിന്റെ സാന്ത്വനം, അമ്മയെ പോലെ. Lamia Food Products are with a new outlook and notion in the food industry. The freshest of meat, poultry, vegetables, herbs and spices are used to ensure the taste and quality of Lamia products.
The Lamia range caters to all types of palates with a big highlight of awesome taste. We focus to maintain a position as the first choice of consumers for high-quality products, value and great experience. Lamia, quality by nature. Optic Plus, range of designer eyewear products and one-shop store for all your optical needs. Optic Plus, mission to vision. Real taste of Bangalore with yummy chicken kebab, spicy mutton leg, tiny coin paratha, lamb leg biryani and much more. More than 6,000 square feet area of hospitality, a big party hall and free home delivery. Bangalore Empire Restaurant, Karama and Gases, the place you recommend. Oilio, truly synthetic premium quality oil. Highly performed synthetic oil for more drive. Oilio from Triton. Triton, energy for life. Hadi Enterprises. Optic Plus, range of designer eyewear products and one-shop store for all your optical needs. Optic Plus, mission to vision. Next Oil, 100% virgin-based lubricant by Triton. Triton, energy for life. അമ്മ എടുത്തില്ലാത്തപ്പോ ആദ്യമായിട്ട് വന്ന പനിയെക്കുറിച്ച് ഓർമ്മയുണ്ടോ? എനിക്ക് ഓർമ്മയുണ്ട്. നമ്മുടെ വേണ്ടപ്പെട്ടവർ അടുത്തില്ലാത്തപ്പോ എന്തെങ്കിലും അസുഖം വന്നാൽ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഇവിടെ വന്നിട്ട് കുറെ കാലമായെങ്കിലും നാട്ടിൽ അമ്മയ്ക്ക് ഇപ്പോഴും ടെൻഷനാ. ആരോഗ്യം ശ്രദ്ധിക്കണമെന്ന് എപ്പോഴും പറയും. അപ്പോ ഞാൻ പറയും, ഇവിടെ ഈ ഗൾഫിൽ അമ്മയെ പോലെ കരുതലിന്റെ തണലായി ഷിഫ അൽ ജസീറ ഉണ്ടല്ലോ എന്ന്. 3 പതിറ്റാണ്ടിലേറെയായി ഗൾഫിലെ ആരോഗ്യരംഗത്തെ വിശ്വസ്തനാമം റോയൽ ഷിഫ ഹോസ്പിറ്റൽ ഗ്രൂപ്പ്, അബുദാബി, ദുബായ്, ജിദ്ദ, സൗദി അറേബ്യ. ഷിഫ അൽ ജസീറ മെഡിക്കൽ ഗ്രൂപ്പ്, ഒമാൻ, സൗദി അറേബ്യ, കുവൈറ്റ്, ബഹ്റൈൻ, UAE. നസീം അൽ റബീഹ് മെഡിക്കൽ ഗ്രൂപ്പ്, ഖത്താർ. ഷിഫ അൽ ജസീറ, കരുതലിന്റെ സാന്ത്വനം, അമ്മയെ പോലെ. വെരി വെരി ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം, അസ്സാം വലൈക്കും. റമദാൻ കരീം വൺ ആൻഡ് ആൾ. ഷെഹറു റമദാനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഈ ഒരു സെഗ്മെൻറ്റായ ഫേസ് ടു ഫേസിൽ നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെയൊക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള, ഭയങ്കര ക്ലോസ് ടു ഹാർട്ടാണ്. ഈ അടുത്ത കാലത്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള, പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞ് നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന എല്ലാ പാട്ടുകളും നമുക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു മ്യൂസിക് ഡയറക്ടറാണ്. ആൻഡ് ഇറ്റ് ഈസ് നൺ അതർ ദാൻ ഗോപി സുന്ദർ. സുബ്ഹാനല്ലാഹ് 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 സുബ്ഹാനല്ലാഹ്. ഗോപി സുന്ദർ എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളികൾക്ക് ഒട്ടും ഒരു ഫെമിലിയർ അല്ലാത്ത ആളല്ല. നമ്മുടെ ക്ലോസ് ടു ഹാർട്ട്, നമുക്ക് ഏറ്റവും, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴും നമ്മൾ TV കാണുമ്പോഴൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് കാണുന്ന പാട്ടുകൾ നമുക്ക് തന്ന ഒരു ആളാണ്. പക്ഷേ ഇന്ന് ഗോപി സുന്ദർ നമ്മുടെ കൂടെ ഇരിക്കുമ്പോഴത്തേക്കും ഏറ്റവും സ്പെഷ്യലായിട്ട് ചോദിക്കാനുള്ളത്, ഗോപി സുന്ദർസ് ബാൻഡ് ബിഗ് ജീൻ്റെ ആ ഒരു ലോഞ്ച് വളരെ അടിപൊളിയായിട്ട് ഇവിടെ കഴിഞ്ഞു. ആ കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, അൽനാസർ ലിഷൻ ലാൻഡിൽ ഇത്രയും, ഈ ഒരു കഴിഞ്ഞ കുറേ നാളുകൾക്ക് ശേഷം ഇത്രയും ഹിറ്റായിട്ട്, ഇത്രയും ഓവർഫ്ലോ ആയിട്ടുണ്ടായിരുന്ന ഒരു മലയാളം ഷോ, അവർ തന്നെ പറഞ്ഞാണ് ഇത്രയും ഒരു ക്രൗഡ് വന്ന ഒരു മലയാളം ഷോ, അതും ടുവേർഡ്സ് എൻഡ് വരെ ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് ഈ ഒരു ലോഞ്ച്. അപ്പം അതിനെ പറ്റിയാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. എന്തായിരുന്നു അങ്ങനെ ഒരു ഏറ്റവും സന്തോഷം, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമുണ്ട്. ബാൻഡ് ബിഗ് ജി ലോഞ്ച് ചെയ്തപ്പോൾ തന്നെ ഇങ്ങനെ ഒരു വലിയൊരു സക്സസ് ആയതിൽ മെയിൻ റീസൺ ഈസ് നമ്മുടെ മലയാളികളായിട്ടുള്ള സംഗീതാസ്വാദകർ ഭയങ്കര രസമായിട്ട് ഞാൻ ചെയ്ത പാട്ടുകൾക്ക് തന്നൊരു റെസ്പോൺസും, അറ്റ് ദ സെയിം ടൈം ഞാൻ അതിന് കറക്റ്റായിട്ടൊരു ക്ലബിൽ ഒരു എന്താ പറയുക, ഒരു കറക്റ്റൊരു മിക്സ് ആയിരുന്നു. ജോൺ സമാഷിൻ്റെ പാട്ടുകളുണ്ടായിരുന്നു, ബാബുക്കയുടെ പാട്ടുകളുണ്ടായിരുന്നു. സോ എല്ലാം എനിക്കിഷ്ടമുള്ള ഒരു രീതിയിൽ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ പാട്ട് കേൾക്കുന്ന എൻ്റെ ഒരു സോങ് ലിസ്റ്റാണ് അവിടെ പ്ലേ ചെയ്തത്. ആൻഡ് ബാൻഡ് ബിഗ് ജി ഭയങ്കര യോയോ ബാൻഡാന്ന് തോന്നുന്നില്ല, നിങ്ങൾ ഫുൾ ഷോർട്സും അങ്ങനെ കോസ്റ്റ്യൂംസ് ഒരു ഭയങ്കര അടുത്തൊന്നും അത്രയും യോയോന്നല്ല, നമ്മള് വീട്ടിലിടുന്ന ഡ്രസ് ഇട്ടിട്ട് ഒരു അത്രയും
ക്ലോസ് ടു ഒരു വീട്, എൻ്റെ ഒരു വീട്ടിലോട്ട് വന്ന ഒരു അതിഥികളെ ഞാൻ ഇങ്ങനെ സ്വീകരിക്കുന്നു. അതുപോലെയാണ് ബാൻഡ് ബിഗ് ജി അവിടെ പ്രസന്റ് ചെയ്തത്. ബാൻഡ് ബിഗ് ജി ഇനി ബാൻഡ് ബിഗ് ജിയുടെ അടുത്ത പ്ലാൻസ് എന്താണ്? അടുത്ത പ്ലാൻസ് ഒന്നുമില്ല, ഒരു പ്ലാൻ ഇല്ലാതെ പോവാന്നുള്ളതാണ് ബാൻഡ് ബിഗ് ജിയുടെ പ്ലാൻ. അങ്ങനെ ഇനി നമുക്ക് ബാൻഡ് ബിഗ് ജിന്റെ അടുത്ത ഷോ എവിടെയാണ് കാണാൻ പറ്റുക? ബാൻഡ് ബിഗ് ജി ഒരിക്കലും ഒരു പർട്ടിക്കുലർ ഇപ്പൊ ഇവിടെ കണ്ട ഷോ ആയിരിക്കില്ല, മേ ബി ഒരു 2-3 ഷോ കൂടി ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചെയ്യുള്ളൂ. അത് കഴിയുമ്പോൾ ബാൻഡ് ബിഗ് ജി വേറെ രീതിയിലായിരിക്കും അവതരിപ്പിക്കപ്പെടുക. ഒരു ബാൻഡ് തുടങ്ങുമ്പോൾ എന്താ, കാരണം ഇതിനു മുമ്പും ഇത് വളരെ കൊട്ടി ഘോഷിച്ച് പല ബാൻഡുകളും വന്ന് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാലോ. അത് വളരെ പ്രശ്നങ്ങൾ, ജീവിതകാലം മാറ്റാൻ പറ്റാത്ത അത്രയും ഡിസാസ്റ്റേഴ്സിലേക്കും നാണക്കേട്ടിലേക്കും. അപ്പൊ ഒരു ബാൻഡ് തുടങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ടെൻഷൻ ഉണ്ടായിരുന്നു. ഇല്ല, അതുകൊണ്ട് തന്നെയാണ് ഇത് ബാൻഡ് ബിഗ് ജിക്ക് ഒരു ബ്രാൻഡ് മാത്രമേ ഉള്ളൂ. ഗോപി സുന്ദർ മ്യൂസിക് ഡയറക്ടറിന്റെ ഒരു ബ്രാൻഡ് മാത്രമേ ഉള്ളൂ. ബാക്കി സാധാരണ രീതിയിൽ ബാൻഡുകൾ സംഭവിക്കുന്നത് ഞാൻ അനലൈസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത്, ഒരു കൈൻഡ് ഓഫ് ബാൻഡ് ഒരു കൂട്ടുകെട്ടിൽ നല്ല നല്ല മ്യൂസിക്കുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു, കുറച്ചു കാലം കഴിയുമ്പോൾ അവർ കാണാതാവുന്നു. അപ്പൊ ഈ കാണാതാവാനുള്ള റീസൺ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഈ നമ്മൾ ഈഗോ ക്ലാഷസും, അല്ലെങ്കിൽ ഒരാൾക്ക് ഒരാളെ ഇഷ്ടമാവുക, വർത്താനം വരുമ്പോൾ തമാശക്ക് പറഞ്ഞ ഒരാളെ സീരിയസ് ആയിട്ട് എടുക്കുക, അങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് തമ്മിൽ കൂടുമ്പോൾ ഒരുപാട് തമാശകൾ പറയുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും. സംടൈംസ് ഒരുപാട് സ്നേഹം കൂടിയിട്ടുള്ള പ്രശ്നങ്ങൾ. ഞാൻ മാത്രമേ ബാൻഡിൽ സ്ഥിരമായിട്ടുണ്ട്. അതെ, അതെ പ്രശ്നമുള്ളൂ. അങ്ങനെ വേറെ അങ്ങനെ കൂട്ടായ്മ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ബാൻഡില്ല. ആ സമയത്ത് ആരൊക്കെ അവൈലബിൾ ആയിട്ടുണ്ടോ, എന്റെ കംഫർട്ട് സോണിലുള്ള, എനിക്ക് അന്ന് നമ്മൾ തിളങ്ങി നിൽക്കുന്ന ഏത് മ്യൂസീഷ്യനും ബാൻഡ് ബിഗ് ജിയിൽ അംഗമായേക്കാം. ഒരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ മാത്രമേ കേൾക്കുള്ളൂ, വേറെ ആരോടും പറയണ്ട. പ്ലസ് ട്രാക്ക് ആയിരുന്നു? ഒരിക്കലല്ല. പെർഫോമൻസ് ചെയ്യുമ്പോൾ അത് ചില ഡിലേയും ഡ്രാഗും ഉണ്ടാവാനുള്ള റീസൺ ഫസ്റ്റ് തന്നെ ഇത് ഞാനത് പെർഫോം ചെയ്യുന്നതിന് മുമ്പ് സ്പെഷ്യലി പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഇതിലൊരു മിഷൻ ഇല്ല, അതായത് ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു ട്രാക്ക് ബാക്കിങ്ങിന്റെ പുറത്ത് ഒരു ലൂപ്പ് പോലും ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ഒരു ട്രാക്കിൽ ഒരു ലൂപ്പ് പ്ലേ ചെയ്തിട്ട് അതിന്റെ മുകളിൽ ജാം ചെയ്യുന്ന സെഷൻ ഒന്നുമില്ല. പച്ചയായ മനുഷ്യർ അവിടെ വന്ന് പെർഫോം ചെയ്യായിരുന്നു. അതെ, നമ്മള് വീട്ടിൽ വരുമ്പോ നമ്മൾ എങ്ങനെയാണ് പെർഫോം ചെയ്യുക? ഇപ്പോ ചിലപ്പോൾ തെറ്റിയൊക്കെ പോകും, രണ്ടാമത് തുടങ്ങും, ക്ഷമിക്കണം തെറ്റിപ്പോയി, പ്രാവശ്യം തുടങ്ങാം. തെറ്റ് പറ്റും മനുഷ്യൻ ബലം പിടിച്ചിട്ടില്ല, ഞാൻ തെറ്റിക്കൂല, അങ്ങനെയൊന്നുമില്ല. ഞാൻ മ്യൂസീഷ്യൻസിനോട് എല്ലാവരും പറഞ്ഞായിരുന്നു, ജസ്റ്റ് എഫേർട്ട്ലെസ് ആയിട്ട് പ്ലേ ചെയ്യുക. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ എങ്ങനെയാണ് സാധാരണ നമ്മൾ സ്റ്റേജിൽ പോകുമ്പോൾ നമ്മൾ ഒരുപാട് ജനറേഷൻ ലോസ് സംഭവിക്കാനുള്ള റീസണും ഈ ഭയവും പേടിയും പെർഫെക്റ്റ് ആയിട്ട് വായിക്കണം എന്നുള്ള ടെൻഷൻ. അങ്ങനെയൊന്നുമില്ല, എല്ലാവർക്കും ഫ്രീഡം കൊടുത്തു മാക്സിമം. അതാണ് ആ ബാൻഡ് ബിഗ് ജിയുടെ സക്സസിന്റെ റീസൺ. കണ്ടവർക്കും അതായിരുന്നു കൂടുതൽ പറയാനുണ്ട്. അതെ, ഒരു സോങ് കഴിയുമ്പോൾ അടുത്ത സോങ് തുടങ്ങാനായിട്ട് ഇപ്പോ കണ്ണിനി നീല, അതിന് മുമ്പ് ഒരു ദർബുക സോങ് ഉണ്ട്. ദർബുക ഞാൻ അടുത്ത് വായിക്കണം, അങ്ങനെ ഞാനടുത്ത് ഹാൻഡിൽ ചെയ്ത് എന്റെ മൈക്കൊക്കെ സെറ്റ് ചെയ്ത് കഴുത്തിലോട്ട് ഇടുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ പറയും ഇതിപ്പോ ഒരു മെഷീൻ ആയിരുന്നെങ്കിൽ ഒരു പക്ഷെ ചുമ്മാ ഒരു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓണാവും. പക്ഷെ ഇത് നമ്മൾ ലൈവായിട്ട് വായിക്കുന്നുണ്ട്, ഇതെല്ലാം എടുത്ത് കഴുത്തിൽ കൂടി ഇട്ട്. അതെ, വിഷനാണ് യൂട്യൂബിൽ കണ്ടപ്പോൾ നമ്മൾ ലൈവായിട്ട് പെർഫോം ചെയ്യും. അതൊക്കെയാണ് ആളെ എൻജോയ് ചെയ്തത് ഷോ. പിന്നെ ആളുമായിട്ടുള്ള ഇന്ററാക്ഷനും കാര്യങ്ങളൊക്കെ വളരെ സ്മൂത്ത് ആയിരുന്നു. ബാൻഡ് ബിഗ് ജി ഇത്രയും സക്സസ് ആയിട്ട് കഴിഞ്ഞൊരു വീക്കെൻഡാണ് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്ത്. എനിക്ക് തോന്നുന്നു ആ ഒരു സെലിബ്രേഷൻ ഇപ്പോഴും നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ എൻറ്റയർ മിഡിൽ ഈസ്റ്റ് UAE അങ്ങ് മാറിപ്പോയത്. നമ്മൾ മോഡ് സ്വിച്ച് ചെയ്തു, നമ്മൾ കുറച്ച് സ്പിരിച്വലായി. റമദാൻ മാസം, പുണ്യ റമദാൻ മാസം സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ നോമ്പ് കാലം തുടങ്ങി. നമ്മൾ എൻ്റർടൈൻമെൻ്റ് ഒക്കെ തൽക്കാലം ഈ ഒരു മാസമാണ് ഇവിടെ അറിയാലോ ഏറ്റവും കഴിഞ്ഞൊരു കൊല്ലം നമ്മൾ അടിച്ചു പൊളിച്ചു. ഈ ഒരു മാസം നമ്മൾ കുറച്ച് മെലോ ഡൗൺ ഒക്കെ ചെയ്ത്. അപ്പോൾ ആ ഒരു ചേഞ്ച് ഓവറിനെ എങ്ങനെ കാണുന്നു? പെട്ടെന്നൊരു സെലിബ്രേഷനിൽ നിന്ന് പാട്ട് സ്ലോ ചെയ്ത് ഇങ്ങനെ ഫീഡർ താഴ്ത്തിയ പോലെ വന്നു. ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. കാര്യം എന്താ പറയാ, റിലീജിയസ്ലി അല്ലെങ്കിൽ ആ ഒരു ഭക്തിയാണല്ലോ എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ ഭക്തി എപ്പോഴും ഉണ്ട്. കാലഘട്ടത്തിൽ മാത്രമല്ല, എപ്പോഴും മനുഷ്യർക്കുള്ളിൽ എല്ലാവർക്കും ഭക്തിയുണ്ട്. അത് സെലിബ്രേഷനായിട്ടും
പല രീതിയിൽ ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ ചില സമയത്ത് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വേണ്ടെന്ന് ത്യജിച്ചുകൊണ്ട് നമ്മുടെ ഭക്തി കാണിക്കുന്ന ഒരു സമയമാണ്. സന്തോഷത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യം. ഇതൊരു ബുദ്ധിമുട്ടായിട്ടല്ല ഇവിടെ. എനിക്കതാണ് ഫീൽ ചെയ്യാൻ കഴിഞ്ഞത്. എനിക്കിവിടെ ഒരുപാട് എന്താ പറയാ, എനിക്ക് മതങ്ങളെ അപേക്ഷിച്ച് എനിക്ക് പറയാൻ അറിയില്ല. എനിക്കെല്ലാവരും വളരെ ഇഷ്ടപ്പെട്ട സുഹൃത്തുക്കളാണ്. അത് ക്രിസ്ത്യൻ ആയാലും ഹിന്ദു ആയാലും മുസ്ലിം ആയാലും. ഗോപി സുന്ദർ എന്ന് പറഞ്ഞ ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ പാട്ടുകൾ നമ്മൾ ക്രിസ്ത്യനും ഹിന്ദു മുസ്ലിം ആയിട്ടല്ലോ അല്ല, അതുപോലെ തന്നെയാണ് എനിക്ക് അങ്ങോട്ടും. അവരെ ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അപ്പം എൻ്റെ ഒരുപറ്റം സുഹൃത്തുക്കൾ ഇവിടെ ഫസ്റ്റ് ടൈം ഇവിടെ ദുബായിൽ വന്നപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു റംസാൻ സമയത്ത് ഇതിങ്ങനെ വന്ന്. ബുദ്ധിമുട്ടുണ്ടോ ഇവിടെ ഈ ഒരു സമയം? ഇല്ല, അങ്ങനെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് പെട്ടെന്ന് ഭക്ഷണമൊക്കെ കഴിക്കാനൊക്കെ പെട്ടെന്ന് പുറത്തിറങ്ങുമ്പോൾ കടകളൊന്നും ചിലപ്പോൾ ഫുഡ് കിട്ടൂല. അതിപ്പോ ആസ് എ കോമൺ മാൻ പെട്ടെന്ന് ഫുഡ് കിട്ടാകുമ്പോൾ ചില ഹോട്ടൽസ് തുറന്നിരിപ്പുണ്ടാവും. അപ്പോൾ അവിടെ ചോദിച്ചാൽ തന്നെ അപ്പത്തില്ല, അപ്പൊ തന്നിട്ട് പറയുമ്പോൾ എവിടെയെങ്കിലും മാറി ഇരുന്നിട്ട് കറണ്ട് റിലീജിയസ് അത് ഫോളോ ചെയ്യുന്നവരെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ. മതം ഒരിക്കലും അടിച്ചേൽപ്പിക്കുന്ന ഒരു രാജ്യമല്ല. എല്ലാവർക്കും എല്ലാവരുടെയും ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. നമുക്ക് മാക്സിമം ഞാൻ മാറിയുന്ന ചായയൊക്കെ കുടിച്ച് സമാധാനമായിട്ട് പോയി. അതൊരു ബുദ്ധിമുട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാര്യം നമ്മളത് അംഗീകരിക്കുന്നു, നമ്മളത് സന്തോഷപൂർവ്വം തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ആക്ച്വലി ഇത്രയും ഹിറ്റ്സും ഒക്കെ തന്ന ആൾക്കാരാകുമ്പോൾ വിശേഷം കുറേ ഇങ്ങനെ ചോദിക്കാനുണ്ടാവില്ലേ? അപ്പം ഇന്ന് അധികം സമയം ഉണ്ടാവില്ല വിശേഷം ചോദിക്കാൻ വേണ്ടിയിട്ട്. അറിയാമല്ലോ നമ്മളിങ്ങനെ പരിമിതമായ സമയം കൊണ്ട് എനിക്കറിയാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഒറ്റ ക്യാപ്സ്യൂളായിട്ട് കാര്യങ്ങൾ കേട്ട് അയ്യോ ഇപ്പം സീരിയലിനൊക്കെ സാധാരണ ബ്രേക്ക് വരുമ്പം അമ്മൂമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇത്തിരി കൂടെ കാണിച്ചിട്ട് പോയാൽ എന്തായിരുന്നു കുഴപ്പം? ബാക്കി ഇതിന് ശേഷം സീരിയലിൽ ഇല്ലാണ്ടിരിക്കട്ടെ. കാര്യം സീരിയൽ തുടങ്ങാൻ വിളിച്ചപ്പോൾ നമുക്ക് ആക്ച്വലി സീരിയൽ കാണുന്നവർക്കോ അല്ലെങ്കിൽ അടുത്ത പ്രോഗ്രാം കാണുന്നവർക്കോ ഒരു സ്പേസ് കൊടുക്കാം. നമുക്കിനി ഇതിന്റെ ബാക്കി കോൺവെർസേഷൻ നാളെ ഇതേ സമയത്ത് തുടരാം. അപ്പം ഇന്നത്തെ ഷെയർ റംദാനിൽ കണ്ട എല്ലാ വിഭവങ്ങളും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇപ്പോൾ പ്രകാശവചനത്തിൽ പറഞ്ഞ പോലെ നമുക്ക് നമ്മളെ തന്നെ റിഫൈൻ ചെയ്യാനുള്ള ചാൻസാണ് ഈ നോമ്പ്. അപ്പോൾ തീർച്ചയായിട്ടും അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കാം. ഇൻഷാല്ല നോമ്പിൻ്റെ നല്ല വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കേണ്ട വിലാസം ramadan@benchmarkdxp.com. Shifa Al Jazeera presents Shahru Ramadan in association with Lamia Foods and Chocolates, Optic Plus, Mission to Vision, Triton, Energy for Life. Supported by Hollywood Eyewear, Bangalore Empire, Beneficiary Genuine Leather, Strategic Partners, Hadi Enterprises, K-Swiss Shoes and Apparel.